ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് സിൽക്കി കോട്ടയാണ്. ഇന്ന് നമ്മൾ ചെക്ക് കോട്ടയാണ്. ഈ ചൂടുകാലത്തൊക്കെ നല്ല സുഖമായിട്ട് ഉടുക്കാൻ പറ്റിയ ചെക്ക് കോട്ടയുടെ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്. 2 ലൈറ്റ് ഷെയ്ഡും 2 ഇത്തിരി ഡാർക്ക് ഷെയ്ഡും ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സാരി ഏതാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ ഏത് സാരിയുടെ കളർ പറഞ്ഞേച്ചാൽ മതി, എന്നിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പം ആദ്യത്തെ സാരി തന്നെ ഒരു ലാവൻഡർ സാരിയാണ്. അപ്പം പ്രായമായവർക്കൊക്കെ വളരെ നല്ലത്. പ്രായം ഒരു ഇതില്ല എന്ന് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡല്ല, പ്രായമായവർക്കും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർക്കും നല്ലോണം ചേരുന്ന ഒരു കളറാണ്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ എടുത്തേക്കുന്നത്. ലാവൻഡറിൻ്റെ അകത്ത് വളരെ സറ്റിൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ലാവൻഡറിൻ്റെ കുറച്ചും കൂടെ ഈ സാരിയുടെ ലാവൻഡർ ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ ഒരു ലാവൻഡർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് പേർപ്പിൾ കളർ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട്, അതുപോലെ തന്നെ ബഡ്സ് എല്ലാം നമ്മൾ തയ്ച്ചിരിക്കുന്നത് വൈറ്റ് ഉണ്ട്, പെയിൽ യെല്ലോ അല്ലെങ്കിൽ ബേബി യെല്ലോ ഉണ്ട്, ബേബി പീച്ച് കളർ ഉണ്ട്, വൈറ്റ് കളർ ഇല പോലെ നമ്മൾ തയ്ച്ചിരിക്കുന്ന വൈറ്റ് കളർ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. പിന്നെ അല്ലാത്ത ലീവ്സ് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കളേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ മുന്താണിയിൽ തയ്ച്ചിരിക്കുന്നത്. ഒരു സൈഡിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഈ സെയിം ഡിസൈനിൻ്റെ കുറച്ച് പോർഷൻസ് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട്. ബഡ്സിൻ്റെ ലെങ്ത്താണ് നമ്മൾ കുറച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഫ്ലവേഴ്സ് 3 ഫ്ലവേഴ്സ് ആണ് തയ്ച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിൽ ഈ സെയിം ഡിസൈൻ തന്നെ വലുതും കുഞ്ഞതും വലുതുമായിട്ടാണ് 3 വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. ഇതിൻ്റെ ഒരു സാരിയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കളർ കോമ്പിനേഷനാണ്. വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷനും. ഇതിൻ്റെ അകത്ത് ഈ ഒരു കളർ ബ്ലൗസ് പീസാണ് നല്ലത് ഇതിൻ്റെ കൂടെ ഇടാനായിട്ട്. ഇങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത സാരി ഒരു പെയിൽ യെല്ലോ സാരിയാണ്. പെയിൽ യെല്ലോ അല്ലെങ്കിൽ ബേബി ലെമൺ യെല്ലോ എന്ന് പറയാം. തീരെ ലൈറ്റ് അല്ല, പെയിൽ യെല്ലോ അല്ല, ലെമൺ യെല്ലോ, നല്ല പഴുത്ത നാരങ്ങയുടെ കളർ അതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഡാർക്ക് ടോൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓറഞ്ച്, റെഡ്, പിങ്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് മെറൂൺ ബഡ്സ് ആണ് നമ്മൾ പൂമ്പൊടിയായിട്ട് തയ്ച്ചിരിക്കുന്ന മെറൂൺ കളറുമാണ്. ലീവ്സ് ഗ്രീൻ കളർ, ഒത്തിരി ബ്രൈറ്റ് ഗ്രീൻ അല്ല, എന്നാലും ഗ്രീൻ ലീവ്സ് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം 3 ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ 3 സ്റ്റിക്കായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ നടുക്ക് നമ്മൾ വൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ട്, ബീഡ്സ് അല്ല ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ബീഡ്സ് പൊതുവേ കുറേ പേർക്ക് താല്പര്യമില്ലാത്തവരുണ്ട്. തേക്കുമ്പോൾ അയൺ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ എല്ലാം ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ ബഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ രണ്ട് ബഞ്ചായിട്ടുള്ളത് 2 ഡിസൈനാണ്. അപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് 4 ഇഞ്ച് ഗ്യാപ്പിലാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. അങ്ങനെ 2 ഡിസൈനാണ്. ഇതുപോലത്തെ തന്നെ 2 ഫ്ലവർ ബഞ്ചായിട്ടുള്ള ഡിസൈനാണ് കാലിൻ്റെ അവിടെയും വന്നിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസിൽ സെയിം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു ഫ്ലവർ ബഞ്ചായിട്ടാണ് നമ്മൾ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇത് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1649 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് വന്നിട്ട് ഒരു മെഹന്തി ഗ്രീൻ കളർ ആണ്. ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് സാരി. അതിൻ്റെ അകത്ത് നമ്മൾ ചെമന്തി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. 3 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. 2 സൈഡ്സിലും നടുക്ക് ഒരെണ്ണമായിട്ടാണ് നമ്മൾ ഈ സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ
3 ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലെ 3 വരുന്നുണ്ട് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇൻഡിവിജ്വൽ ഡിസൈൻസ് ആണ് വരുന്നത്. ഇതുപോലത്തെ ഓരോരോ ഡിസൈൻസ് ബോട്ടം പ്ലീറ്റ്സിൽ നമ്മൾ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒരേ ഫ്ലവർ ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരേ ഫ്ലവർ ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഫ്ലവർ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത. അപ്പോൾ പ്ലീറ്റ്സിൽ കാണാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇങ്ങനെ ബോട്ടം പ്ലീറ്റ്സിൽ ഓരോ ഫ്ലവേഴ്സ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുമ്പോൾ നമ്മൾ 3 ഫ്ലവർ പാറ്റേൺ ആണ്, അല്ല ആദ്യം കാണിച്ച മുന്താണിയിൽ കണ്ടിരിക്കുന്ന പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ നമ്മൾ മുന്താണി ബാക്കിയുള്ള പോർഷനിൽ തയ്ച്ചു കൊടുത്ത പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. പ്ലീറ്റ്സിൽ സിംഗിൾ ഫ്ലവറും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1449 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് ഒരു മെറൂൺ കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി ഹാൻഡ് എംബ്രോയ്ഡറി അല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതൊരു മെറൂൺ കളറാണ്. മെറൂൺ കളറിൻ്റെ അകത്ത് ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡ് പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സും നടുക്ക് വൈറ്റ് ആണ് പൂമ്പൊടിക്ക് കൊടുത്തേക്കുന്ന പെയിൻറ്റ്. ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻസിൻ്റെ ലീവ്സിൻ്റെ ഇടയിൽ നമ്മളൊരു ഡാർക്ക് വെയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ 2 സൈഡ്, ഒരു സൈഡിൽ മറു സൈഡിലും ഇതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ഡിസൈൻ, മറു സൈഡിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ. അങ്ങനെ സിംഗിൾ ഡിസൈൻസ് ആണ് നടുക്കും അപ്പുറത്തെ സൈഡിലും. കാണുന്ന സൈഡിൽ മാത്രമാണ് ഒരു വലിയ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ, മുന്താണിയിൽ കാണുന്ന ആ ഒരു വലിയ ഡിസൈനും കുഞ്ഞു ഫ്ലവറുമാണ് മുന്താണിയിൽ. അതിലത്തെ വലിയ ഫ്ലവറും ഇലയായിട്ടാണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് അത്യാവശ്യം അതുപോലത്തെ 2 ഡിസൈൻ അടുപ്പിച്ച് തയ്ച്ചേക്കണം. പിന്നെ ഒരു ഫ്ലവറും എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് പുറകിലോട്ട് വളഞ്ഞു വരുന്ന പൊസിഷൻ വരുമ്പോൾ വീണ്ടും ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഇതുപോലത്തെ ഡിസൈൻസ് വരുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഡിസൈൻസ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ കാണുന്നതായിരിക്കും ഇതുപോലത്തെ ഡിസൈൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. കാലിൻ്റെ അവിടെയും ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഈ ഒരു ഡിസൈനിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. നല്ലൊരു പെയിൻറ്റിംഗ് ആണ്, ഹാൻഡ് പെയിൻറ്റിംഗ് ആണ്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് സാരിയുടെ ബ്ലൗസ് പീസിന് ഈ ഒരു മെറൂൺ കളർ കോട്ടൺ ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1499 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സാരീസ് 4 നമ്മൾ കാണിച്ചത്. ലാവൻഡർ, ലെമൺ യെല്ലോ മാത്രമാണ് വിത്ത് ബ്ലൗസ് പീസ് ഉള്ളൂ. ബാക്കി 3 സാരീസിനും ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ് ഉള്ളതല്ല. അപ്പോൾ താല്പര്യം ഏത് സാരിയാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.